ഹായ് ഫ്രണ്ട്സ്, ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര നഗരം. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഈ ചരിത്ര നഗരവും പ്രണയത്തിന്റെ പ്രതീകവും മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസുമായ താജ്മഹൽ എന്ന പ്രണയ സ്മാരകവുമാണ്. 35 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. കാരണം നമ്മുടെ ഇന്ത്യ, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ, അതുപോലെ മുഗൾ സാമ്രാജ്യത്തിന്റെ മഹത്വത്തിനും അതിന്റെ വാസ്തുവിദ്യാ വൈഭവത്തിനും പേരുകേട്ട ഫത്തേപൂർ സിക്രി, ഇത് രണ്ടുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഫത്തേപൂർ സിക്രിയിലുള്ള ഒരു പ്രവേശന കവാടം, വളരെ പേരുകേട്ട പ്രസിദ്ധമായ ഒരു സ്മാരകം. ഇതാണ് ബുലന്ദ് ദർവാസ. വൈകുന്നേര സമയമായതുകൊണ്ട് വെളിച്ചക്കുറവ് ഉണ്ട്. അതാണ് ഈ വീഡിയോയിൽ ചില മങ്ങിയ വെളിച്ചത്തിൽ കാണുന്നത്. മഹാനായ അക്ബർ ചക്രവർത്തിയാണ് ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത്. അതെ, ബുലന്ദ് ദർവാസ. ഗന്ദേശ് കീഴടക്കിയതിന്റെ ഓർമ്മക്കാണ് ഈ കവാടം അക്ബർ ചക്രവർത്തി നിർമ്മിച്ചത്. 1569 നിർമ്മാണം തുടങ്ങി 1588 ഇതിന്റെ നിർമ്മാണം അവസാനിച്ചത്. വെള്ള മാർബിൾ കല്ലുകൊണ്ടും ചുവന്ന കല്ലുകൊണ്ടും ആണ് ഈ പ്രവേശന കവാടം നിർമ്മിച്ചത്. മുഗൾ വാസ്തുവിദ്യയുടെ ഉന്നതിയെ പ്രതിനിധീകരിക്കുന്ന അതിശയകരമായ വാസ്തുവിദ്യാ സമ്പന്നമായ ചരിത്രം, സാംസ്കാരിക പ്രാധാന്യം എന്നിവയ്ക്ക് ഫത്തേപൂർ സിക്രി പ്രശസ്തമാണ്. പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക ശൈലികളുടെ ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ശ്രദ്ധേയമായ വാസ്തുവിദ്യക്ക് ഫത്തേപൂർ സിക്രി ഇപ്പോഴും പ്രശസ്തമാണ്. ഫത്തേപൂർ സിക്രിയെ പ്രധാന നിർമ്മിതികൾ ഇവയാണ്. ഈ പട്ടണത്തിലെ പ്രധാന നിർമ്മിതികൾ ബുലന്ദ് ദർവാസ, ജുമാ മസ്ജിദ്, പഞ്ച് മഹൽ, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഇഖാസ്, ഷെയ്ഖ് സലീം ചിസ്തിയുടെ മഖ്ബറ തുടങ്ങിയവ ഈ ഫത്തേപൂർ സിക്രിയിലെ പ്രധാന നിർമ്മിതികളാണ്. ആത്മീയ സ്വാധീനത്തിന് പേരുകേട്ടതും മുഗൾ കൊട്ടാരത്തിലെ ഒരു പ്രധാന വ്യക്തിയുമായിരുന്നു ആദരണീയ സൂഫി വര്യൻ ഷെയ്ഖ് സലീം ചിസ്തി. ഇദ്ദേഹത്തിന്റെ മക്ബറയും അതിനു ചുറ്റും നിർമ്മിക്കപ്പെട്ട സ്മാരകവുമാണ് ഈ ഫത്തേപൂർ സിക്രി നമുക്ക് കാണാൻ കഴിയുന്നത്. സഹിഷ്ണുത, ഭക്തി എന്നിവക്ക് പ്രാധാന്യം നൽകുന്ന ചിസ്തി വിഭാഗത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ഒരു മകൻ ഉണ്ടാവാൻ അനുഗ്രഹം തേടി അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. അക്ബറിന്റെ പിൻഗാമിയായ ജഹാംഗീറിന്റെ ജനനത്തോടെ അക്ബറിന് ഒരു മകൻ ജനിക്കുമെന്ന് സൂഫി വര്യന്റെ പ്രവചനം യാഥാർത്ഥ്യമായി. തൽഫലമായി 1572 സൂഫി വര്യന്റെ മരണശേഷം ഷെയ്ഖ് സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥം അക്ബർ ചക്രവർത്തി ശവകുടീരം പണിതു. 1571 മുതൽ 1585 വരെ അക്ബറിന്റെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. വിവിധ മത പാരമ്പര്യങ്ങൾ സ്വീകരിച്ച ഒരു യോജിപ്പുള്ള സമൂഹത്തെക്കുറിച്ചുള്ള അക്ബറിന്റെ ആദർശം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തത്. 1571 മുതൽ 1585 വരെ അക്ബറിന്റെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. വിവിധ മത പാരമ്പര്യങ്ങൾ സ്വീകരിച്ച ഒരു യോജിപ്പുള്ള സമൂഹത്തെക്കുറിച്ചുള്ള അക്ബറിന്റെ ദർശനം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തത്. ഇത് രാഷ്ട്രീയവും ആത്മീയവുമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന സ്ഥലമാക്കി അക്ബർ ചക്രവർത്തി അന്ന് തന്നെ മാറ്റിയിരുന്നു. മഹാനായ സലീം ചിസ്തിയുടെ ശവകുടീരം
മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാതൃകയാണ്. അതിൻ്റെ സങ്കീർണമായ രൂപകൽപ്പനയും ചുവന്ന മണൽക്കല്ലിന്റെ ഉപയോഗവും ഇതിന്റെ ഒരു സവിശേഷതയാണ്. കൊത്തുപണികളും സങ്കീർണമായ ലാറ്റിസ് വർക്കുകളും ജാമിതീയ പാറ്റേണുകളും കൊണ്ട് ഈ സ്മാരകം അലങ്കരിച്ചിരിക്കുന്നു. മുഗൾ കരകൗശല വിദഗ്ധരുടെ കലാവൈഭവം പ്രദർശിപ്പിക്കുന്ന വിലയേറിയ കല്ലുകൾ, ഈ വിലയേറിയ കല്ലുകൾ ഉപയോഗിച്ചുള്ള അതിമനോഹരമായ കൊത്തുപണികളും കൊണ്ട് ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. ഈ വാസ്തുവിദ്യ ഇസ്ലാമിക ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ സംയോജനമാണ്. സൂഫി വൈദ്യം സലീം ചിസ്തിയുടെ ശവകുടീരം വളരെയധികം സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം വഹിക്കുന്ന ഒരു സംഭവമാണ്. നിരവധി ഭക്തർക്ക്, പ്രത്യേകിച്ച് പ്രത്യുൽപാദനത്തിനും പ്രസവത്തിനും അനുഗ്രഹം തേടുന്നവർക്ക് ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും പ്രതീകമായി ശവകുടീരത്തിന്റെ ഗ്രില്ലിൽ നൂലുകളോ തുണികളോ കിട്ടുന്ന രീതി സന്ദർശകർക്കിടയിൽ സാധാരണമാണ്. വിവിധ മത പാരമ്പര്യങ്ങൾ ഒരുമിച്ച് നിലനിന്നിരുന്ന മുഗൾ കാലഘട്ടത്തിലെ സമന്വയ സംസ്കാരത്തെയും ഈ മക്ബറ പ്രതിനിധീകരിക്കുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങളോടുള്ള സഹിഷ്ണുതയും ബഹുമാനവും സംബന്ധിച്ച അക്ബറിന്റെ നയങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. യാഥാസ്ഥിക ഇസ്ലാമിക ആചാരങ്ങൾക്കൊപ്പം സൂഫി മിസ്റ്റിസിസവും അഭിവൃദ്ധി പ്രാപിച്ച ഒരു അന്തരീക്ഷം തന്നെ വളർത്തിയെടുക്കുന്നുണ്ട്. ഫത്തേപൂർ സിക്രി സമുച്ചയത്തിന്റെ ഭാഗമായി സലീം ചിസ്തിയുടെ ഈ സ്മാരകം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പാരിസ്ഥിതിക വെല്ലുവിളികളുടെയും ടൂറിസം സമ്മർദ്ദങ്ങളുടെയും വെളിച്ചത്തിൽ അതിന്റെ ഘടനാപരമായ സമഗ്രതയും കലാപരമായ പൈതൃകവും നിലനിർത്തുന്നതിന് കൂടുതലും സംരക്ഷണ ശ്രമങ്ങൾ തന്നെ ഇതിന് നിർണായകമാണ്. സൂഫിസത്തിന്റെ ആത്മീയ പൈതൃകത്തെയും മുഗൾ സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യാ മഹത്വത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന സ്മാരകമായി സലീം ചിസ്തിയുടെ ഈ ശവകുടീരം നിലകൊള്ളുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഇത് ആകർഷിക്കുന്നത് തന്നെ ഇപ്പോഴും തുടരുന്നു. അവർ അതിന്റെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയും സ്നേഹം, കാരുണ്യം, ഐക്യം എന്നിവക്ക് ഊന്നൽ നൽകിയ ഈ സൂഫി വര്യന് ആദരാഞ്ജലി അർപ്പിക്കുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും വിശ്വാസികൾ വരിവരിയായി അവിടെ വരുന്നുണ്ട്. അതിന്റെ കലാപരവും ചരിത്രപരവുമായ പ്രാധാന്യത്തിലൂടെ ഈ മക്ബറ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ശാശ്വത പ്രതീകമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സലീം ചിസ്തി 1478 മുതൽ 1572 വരെയാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലം. ഒരു പ്രമുഖ സൂഫി സന്യാസി. അതുപോലെ അദ്ദേഹം സഹിഷ്ണുത, ഭക്തി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. ചിസ്തി വിഭാഗത്തിലെ ഒരു അംഗവുമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഗണ്യമായ പ്രശസ്തി നേടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വർത്തമാന കാലഘട്ടത്തിലും ധാരാളം വിശ്വാസികൾ ഈ മക്ബറ സന്ദർശിക്കാനും പ്രാർത്ഥനകൾ നടത്താനും വിശ്വാസികൾ ധാരാളം ഇവിടേക്ക് ഇപ്പോഴും വരുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. അതെ, ഫത്തേപൂർ സിക്രി ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്ര നഗരം 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുഗൾ ചക്രവർത്തിയായ അക്ബർ ഇത് സ്ഥാപിച്ചു. 1571 മുതൽ 1585 വരെ ഒരു ചെറിയ കാലയളവിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ഫത്തേപൂർ സിക്രി മുഗൾ വാസ്തുവിദ്യയുടെ ഉന്നതിയെ പ്രതിനിധീകരിക്കുന്ന അതിശയകരമായ വാസ്തുവിദ്യ, സമ്പന്നമായ ചരിത്രം, സാംസ്കാരിക പ്രാധാന്യം എന്നിവയ്ക്ക് ഈ നഗരം ഇപ്പോഴും പ്രശസ്തമാണ്. സാമ്രാജ്യത്തിന്റെ ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തത്.
പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക ശൈലികളുടെ ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ശ്രദ്ധേയമായ വാസ്തുവിദ്യക്ക് ഫത്തേപൂർ സിക്രി ഇപ്പോഴും പ്രശസ്തമാണ്. ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളും ഘടനകളിലും ഒന്നാണത്. മഹത്തായ കവാടം എന്നാണ് ഇതിൽ പറയുന്നത്. ഗുജറാത്തിനെതിരായ അക്ബറിന്റെ വിജയത്തിന്റെ സ്മരണക്കായി നിർമ്മിച്ചതാണ്. ഈ 40 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കവാടം ലിഖിതങ്ങൾ കൊണ്ട് ധാരാളം അലങ്കരിച്ചിരിക്കുന്നുണ്ട്. ഈ കവാടം അതുപോലെ ഫത്തേപൂർ സിക്രിയിലുള്ള ജുമാ മസ്ജിദ്, ഉത്തർപ്രദേശിലെ ആഗ്ര പട്ടണം. ആഗ്രയിലെ ബസ്സിലൂടെയുള്ള യാത്രയാണ് ഈ കാണുന്നത്. ആഗ്ര പട്ടണത്തിലൂടെ ബസ്സിലൂടെയുള്ള യാത്ര. ഈ പോകുന്നത് പ്രണയത്തിന്റെ പ്രതീകവും മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസുമായ ഒരു സ്മാരകം കാണാൻ പോവുകയാണ്. ഏതാണ് ആ സ്മാരകം? അതെ, താജ്മഹൽ. ഇന്ത്യയിലെ ആഗ്രയിൽ യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്ന സ്മാരകം താജ്മഹൽ. താജ്മഹൽ കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ ആഗ്ര പട്ടണത്തിലൂടെ പോകുന്നത്.
താജ്മഹൽ പ്രണയത്തിന്റെയും വാസ്തുവിദ്യ വൈഭവത്തിന്റെയും പ്രതീകം. മുമ്പ് പറഞ്ഞ പോലെ പ്രണയത്തിന്റെ പ്രതീകവും മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസുമായ താജ്മഹൽ ഇന്ത്യയിൽ ആഗ്രയിൽ യമുന നദിയുടെ തീരത്ത് ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു. ഈ താജ്മഹൽ 17-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഈ അതിശയകരമായ ശവകുടീരം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി മുംതാസ് മഹലിന്റെ സ്മരണക്കായി നിർമ്മിച്ചതാണ്. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലം മാത്രമല്ല, ലോകത്തിലെ 7 അത്ഭുതങ്ങളിലും പെട്ടതാണ്. ഇത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. താജ്മഹലിന്റെ ചരിത്രപരമായ പ്രാധാന്യം, വാസ്തുവിദ്യാ വൈഭവം, സാംസ്കാരിക സ്വാധീനം, നിലനിൽക്കുന്ന പാരമ്പര്യം എന്നിവ ഈ താജ്മഹലിനെ ഒരു പ്രത്യേക ഒരു മാസ്റ്റർ പീസാക്കി മാറ്റുന്നു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം 1632 ഇത് നിർമ്മാണം ആരംഭിച്ച് 1653 ഇത് പൂർത്തിയായത്. ഏകദേശം 22 വർഷത്തോളം എടുത്തു ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ. പ്രസവ സമയത്ത് മരിച്ച മുംതാസ് മഹലിന്റെ മരണശേഷം ഷാജഹാൻ സ്മാരകം നിർമ്മാണം ആരംഭിച്ചു. ചക്രവർത്തിയുടെ ദുഃഖം അഗാധമായിരുന്നു. അവളോടുള്ള തന്റെ നിത്യസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ശവകുടീരം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമം ഉൾക്കൊണ്ടു. പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ സമന്വയമായ സംയോജനമാണ് താജ്മഹലിന്റെ രൂപകൽപ്പന. മുഗൾ കാലഘട്ടത്തിന്റെ മഹത്വം തന്നെ ഇത് പ്രകടമാക്കുന്നുണ്ട്. ഇപ്പോഴും സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിശയിപ്പിക്കുന്ന കുറെ വാസ്തുവിദ്യാ ശില്പികളാണ് ഇതിനു മുമ്പിൽ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് കരകൗശല വിദഗ്ധർ, തൊഴിലാളികൾ എന്നിവരെ ഈ പദ്ധതിയിൽ അദ്ദേഹം നിയമിക്കുകയാണ് ഉണ്ടായത്. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നും വെളുത്ത മാർബിൾ, ഇന്ത്യയുടെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിലയേറിയ കല്ലുകൾ, ഫത്തേപൂർ സിക്രിയിൽ നിന്നുള്ള ചുവന്ന മണൽക്കല്ല് എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് അദ്ദേഹം വസ്തുക്കൾ കൊണ്ടുവന്നത്. ഷാജഹാന്റെ കലാപരമായ ദർശനം മാത്രമല്ല, എല്ലാ വിശദാംശങ്ങളിലും തങ്ങളുടെ സർഗാത്മക പകർന്ന വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരുടെ സഹകരണ ശ്രമങ്ങളെയും ഈ സ്മാരകം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. താജ്മഹൽ അതിമനോഹരമായ സൗന്ദര്യത്തിനും സങ്കീർണമായ കരകൗശല വൈദഗ്ധ്യത്തിനും പേരുകേട്ടതാണ്. താജ്മഹലിന്റെ മധ്യഭാഗത്തെ താഴികക്കൂടം 35 മീറ്റർ ഉയരത്തിൽ ഉയരുന്നുണ്ടത്. 4 ചെറിയ താഴികക്കൂടങ്ങളാൽ അത് ചുറ്റപ്പെട്ടിരിക്കുന്നുമുണ്ട്. ഇത് ഒരു സമസമിതിയും യോജിപ്പുള്ളതുമായ സിലൗറ്റ് സൃഷ്ടിക്കുന്നു. വെളുത്ത മാർബിളിന്റെ ഉപയോഗം ഘടനയ്ക്ക് തന്നെ തിളക്കമുള്ള ഒരു ഗുണം നൽകുന്നുണ്ട്. ഇതിന്റെ നിറവും മാറ്റാൻ ഇത് സാധിക്കുന്നുണ്ട്. ഇത് ദിവസം മുഴുവൻ അതിന്റെ നിറം നമുക്ക് മാറുന്നതായി അനുഭവപ്പെടാം. രാവിലെ പിങ്ക് നിറത്തിൽ കാണാം, അതുപോലെ ഉച്ചക്ക് പാൽ പോലെയുള്ള വെള്ള നിറത്തിലും ഇതിനെ കാണാം. എന്നാൽ ചന്ദ്രപ്രകാശത്തിന് കീഴിൽ ഇത് സ്വർണ്ണ നിറത്തിലും നമുക്ക് കാണാവുന്നതാണ്. മാർബിൾ പ്രതലങ്ങളിലെ സങ്കീർണമായ കൊത്തുപണികൾ, ലാപ്പിസ് ലാസുലി, ജേഡ്, ടർക്കോയിസ് തുടങ്ങിയ വിലയേറിയ കല്ലുകൾ ഉപയോഗിച്ച് അതിശയകരമായ പുഷ്പ പാറ്റേണുകൾ, അതുപോലെ കാലിഗ്രാഫി, ഇങ്ങനെയുള്ള കാലിഗ്രാഫിയും സൃഷ്ടിച്ച കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യത്തെ തന്നെ ഇത് പ്രകടമാക്കുന്നു. പ്രധാന കവാടത്തിൽ ഖുർആനിൽ നിന്നുള്ള വാക്യങ്ങൾ ഉണ്ട്. ഇത് അതിന്റെ സൗന്ദര്യത്തിന് ഒരു ആത്മീയ മാനം തന്നെ നൽകുന്നു. താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള പൂന്തോട്ടങ്ങൾ പരമ്പരാഗത മുഗൾ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്മാരകത്തിന്റെ സമമിതിയും ഗാംഭീര്യവും വർദ്ധിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന കുളങ്ങൾ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വാസ്തുവിദ്യ രൂപകൽപ്പന ഭൂമിയിലെ പറുദീസയെ പ്രതീകപ്പെടുത്തുന്ന ഒരു ക്ലാസിക് പേർഷ്യൻ ഉദ്യാന രൂപകൽപ്പനയെ പിന്തുടരുന്ന ഒരു സവിശേഷതകളും
സൗന്ദര്യാത്മക ആകർഷണവും വർദ്ധിപ്പിക്കുക മാത്രമല്ല ഈ സ്മാരകം ചെയ്യുന്നത്, വിശുദ്ധിയെയും ജീവിതത്തെയും ഇത് ഒരു പ്രതീകമായി തന്നെ നിലനിർത്തുന്നു. താജ്മഹലിന്റെ ഓരോ ഘടകങ്ങളും ശാന്തതയുടെയും ഐക്യത്തിന്റെയും ഒരു ബോധം ഉണർത്തുന്നതായി ഇതിലെ ഓരോ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഇതൊരു പ്രണയത്തിന്റെ ഒരു തികഞ്ഞ ആദരാഞ്ജലി തന്നെ ഇതിലൂടെ നമുക്ക് കാണാവുന്നതാണ്. താജ്മഹൽ ഒരു ശവകുടീരം എന്ന നിലയിലുള്ള അതിന്റെ പ്രവർത്തനത്തെ മറികടന്ന് സ്നേഹത്തെയും ഭക്തിയെയും പ്രതിനിധീകരിക്കുന്ന ഒരു സാംസ്കാരിക ചിഹ്നമായി ഇപ്പോൾ മാറിയിരിക്കുന്നുണ്ട്. എണ്ണമറ്റ കലാകാരന്മാർ, കവികൾ, ചലച്ചിത്ര പ്രവർത്തകർ എന്നിവരെ ഇത് ഒരു പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അവർ അവരുടെ കൃതികളിൽ അതിന്റെ സൗന്ദര്യവും പ്രണയ ചരിത്രവും വരച്ചിട്ടുണ്ട്. കാലത്തെയും മരണത്തെയും മറികടക്കാനുള്ള പ്രണയത്തിന്റെ ശക്തിയുടെ ഓർമ്മപ്പെടുത്തലായി ഈ സ്മാരകം ഇപ്പോഴും ഇത് നിലകൊള്ളുന്നു. പ്രണയബന്ധങ്ങൾക്ക് പുറമെ താജ്മഹൽ ഇന്ത്യയുടെ ഗണ്യമായ സാംസ്കാരിക പ്രാധാന്യമുള്ളതാണ്. ഇത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും സാംസ്കാരിക കൈമാറ്റം വളർത്തുകയും ചെയ്യുന്ന ഒരു സ്മാരകമായി ഇപ്പോൾ നിലനിൽക്കുന്നു. നിരവധി ഇന്ത്യക്കാർക്ക് ഈ സ്ഥലം ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായി തന്നെ മാറിയിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും മലിനീകരണം, പരിസ്ഥിതി തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെയും ഇത് നേരിടുന്നുണ്ട്. ഇത് ഭാവി തലമുറകൾക്ക് അതിന്റെ ദീർഘായുസ് ഉറപ്പാക്കാൻ ഇവിടെ സംരക്ഷണ ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. താജ്മഹലിന്റെ പൈതൃകം അതിന്റെ വാസ്തുവിദ്യാ മഹത്വത്തിനപ്പുറം വ്യാപിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകളുമായി പ്രതിധ്വനിക്കുന്ന സ്നേഹം, നഷ്ടം, ഓർമ്മ എന്നിവയുടെ പ്രമേയങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോയെടുത്ത സ്മാരകങ്ങളിൽ ഒന്നായിരിക്കും ഇത്. അതിന്റെ സൗന്ദര്യം നേരിട്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകരുടെ ഭാവനയെ പിടിച്ചെടുക്കുന്നത് ഇപ്പോഴും താജ്മഹൽ തുടരുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമെന്ന പദവി നിലനിർത്തുന്നതിൽ താജ്മഹലിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നിർണായകമാണ്. ആഗ്രയിലെ മലിനീകരണ തോത് കുറക്കുന്നതിനും അതിന്റെ പൂന്തോട്ടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ലക്ഷ്യമുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാംസ്കാരിക നിധി സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ ഇന്ന് ഇത് പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. മനുഷ്യന്റെ സർഗാത്മകതക്കും പ്രതിരോധ ശേഷിക്കും ഒരു സാക്ഷ്യമായി താജ്മഹൽ ഇപ്പോൾ നിലകൊള്ളുന്നു. ദുഃഖത്തിലും സൗന്ദര്യം ഉയർന്നു വരുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും ഇത്. ചുരുക്കി പറഞ്ഞാൽ താജ്മഹൽ ഒരു വാസ്തുവിദ്യ അത്ഭുതം മാത്രമല്ല, നൂറ്റാണ്ടുകളായി ഹൃദയങ്ങളെ കീഴടക്കിയ സ്നേഹത്തിന്റെ ഒരു ഹൃദയസ്പർശിയായ പ്രതീകമാണ്. അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം, വാസ്തുവിദ്യാ വൈഭവം, സാംസ്കാരിക സ്വാധീനം, നിലനിൽക്കുന്ന പൈതൃകം എന്നിവ ഇതിനെ മനുഷ്യന് നേട്ടത്തിന്റെ സമാനതകളില്ലാത്ത ഒരു മാസ്റ്റർ പീസ് ആക്കുന്നു. ഈ ഐക്കണിക് സ്മാരകം ആഘോഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ ഷാജഹാന്റെ മുംതാസ് മഹലിനുള്ള സ്നേഹത്തെ മാത്രമല്ല, നമ്മയെല്ലാം ബന്ധിപ്പിക്കുന്ന സാർവത്രിക വികാരങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് താജ്മഹൽ പ്രണയത്തിന്റെ നിലനിൽക്കുന്ന ശക്തിയുടെ കാലാതീതമായ ഓർമ്മപ്പെടുത്തലായി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു.